എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ളത് 250 ഗ്രാം മൈദ, 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എന്നിവ ചേർത്ത് 3 തവണ നന്നായി നമുക്കിത് അരിച്ചെടുക്കാം. ഒട്ടും വെള്ളമയമില്ലാത്ത ഒരു ബൗളെടുത്ത് അതിലേക്ക് 3 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. ചെറിയ മുട്ടയാണെങ്കിൽ നമുക്ക് 4 എണ്ണം വരെ എടുക്കാവുന്നതാണ്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ബ്ലേഡിലും വെള്ള നനവ് ഒട്ടും ഉണ്ടാവാനായിട്ട് പാടില്ല. അതിലേക്ക് 250 ഗ്രാം പൊടിച്ച പഞ്ചസാര കുറേശ്ശെയായിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ബീറ്റ് ചെയ്തെടുക്കാം. നമ്മൾ ഏതളവിലാണോ മൈദ എടുത്തത് അതേ അളവിൽ തന്നെയാണ് പഞ്ചസാരയും എടുക്കേണ്ടത്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ടൈഗറിൻ്റെ മിക്സാണ്. അത് 1-2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മൈദ മിക്സ് എടുത്ത് 3 തവണകളായി കുറേശ്ശെ അതിലേക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഓവറായിട്ട് നമ്മൾ നന്നായിട്ട് ഫോൾഡ് ചെയ്യരുത്. അപ്പോൾ ഈ നമ്മൾ പൊന്തി വന്നിരിക്കുന്ന എഗ്ഗ് മിക്സൊക്കെ താഴേക്ക് തന്നെ പോവാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് മിക്സ് ചെയ്യുമ്പോൾ പതുക്കെ നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഞാനിവിടെ ബട്ടർ പേപ്പർ വെച്ച് 7 ഇഞ്ചിൻ്റെ ടിന്ന് റെഡിയാക്കിയിട്ടുണ്ട്. മിക്സ് അതിലേക്ക് ഒഴിച്ച് ഒന്ന് നന്നായി ടാപ്പ് ചെയ്ത് കൊടുക്കുക. ബബിൾസ് പോവാനായിട്ട് ആണിത് ചെയ്യുന്നത്. ഞാനിവിടെ ഓവനിലാണ് ചെയ്തത്. ഇനി അത് കാണിക്കണില്ല കേട്ടോ. മറ്റുള്ള വീഡിയോകളിലൊക്കെ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നൈഫ് ഉപയോഗിച്ചിട്ട് 3 ലെയറുകളാക്കിയിട്ട് മാറ്റിയെടുക്കാം. ഒരു കേക്ക് ബേസ് വെച്ച് അതിലേക്ക് ആദ്യത്തെ ലെയർ വെച്ച് നമ്മുടെ ഷുഗർ സിറപ്പ് കുറേശ്ശെയായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വിപ്പിംഗ് ക്രീമിലേക്ക് ഞാൻ 2-3 തുള്ളി മാംഗോൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ വിപ്പിംഗ് ക്രീമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് നന്നായിട്ട് അതിലേക്ക് തേച്ച് കൊടുത്ത് പിന്നെ മാംഗോൻ്റെ ക്രഷാണ് ഉപയോഗിക്കുന്നത്. ക്രഷ് നന്നായി 2-3 ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്ത് നന്നായി അതിൽ മിക്സ് ചെയ്യാം. അതിന് ശേഷം രണ്ടാമത്തെ ലെയർ വയ്ക്കുക. ഷുഗർ സിറപ്പ് ഒഴിക്കുക. വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ മാംഗോ ക്രഷ് ചേർത്ത് കൊടുത്ത് നന്നായി യോജിപ്പിച്ചെടുക്കാം. മൂന്നാമത്തെ ലെയർ വയ്ക്കുക. ഷുഗർ സിറപ്പ് വെച്ച് നന്നായി വെറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് നല്ല കട്ടിയിൽ തന്നെയാണ് ഞാൻ ഇവിടെ ക്രീം കൊടുക്കുന്നത്. ക്രം കോട്ടല്ല ചെയ്യുന്നത്. ആദ്യത്തെ ഇതിൽ തന്നെ നന്നായി ക്രീം വെച്ചിട്ട് അത് നന്നായി കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത്യാവശ്യം ക്രീം മുകളിൽ വെച്ചിട്ട് നന്നായി അത് കവർ ചെയ്ത് എടുക്കുന്നുണ്ട്. പൈപ്പിംഗ് ബാഗ് ഉപയോഗിച്ച് ഞാൻ ചുറ്റുഭാഗവും നന്നായി ക്രീം വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ നല്ല കട്ടിയിൽ തന്നെ ക്രീം നന്നായി വെച്ച് കൊടുക്കണം. എന്നിട്ട് ഞാൻ ഒരു സ്ക്രാപ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ചുറ്റുഭാഗം നന്നായി ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാം. എൻ്റെ കയ്യിലുള്ളത് ഒരു ATM കാർഡാണ്. നിങ്ങൾക്ക് നൈഫ് ഉപയോഗിച്ചിട്ടും ചെയ്യാം. ഇനി അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് എടുക്കാം.
ഞാൻ ഈ സ്ക്രാപ്പർ വെച്ചിട്ടൊന്ന് അതിൻ്റെ സൈഡിൽ ഒരു ഡിസൈൻ പോലെ വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടെ കേക്കിൻ്റെ കോട്ടിങ് ഇവിടെ എല്ലാം കറക്റ്റായിട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഡിസൈനാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇവിടെ ഞാൻ വിപ്പിംഗ് ക്രീമിലേക്ക് റെഡ് കളറ് ആഡ് ചെയ്തിട്ട് നമ്മുടെ ഓപ്പൺ സ്റ്റാർ വെച്ചിട്ട് ഒരു ഡിസൈനാണ് ചെയ്ത് കൊടുക്കുന്നത്. ഓപ്പൺ സ്റ്റാർ നോസിലാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് ഒരു സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ട് തന്നെ താഴെയും ഡിസൈനൊന്നല്ല, വെറുതെ ഒന്ന് അങ്ങനെ അതങ്ങനെ ഒരു വരഞ്ഞിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മീതേക്ക് ഞാൻ ഒരു ഡിസൈൻ വെറുതെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു പാത്രത്തിൻ്റെ മൂടിയെടുത്ത് ഒരു ചെറിയൊരു ഫ്ലവർ വരയ്ക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലവർ ഞാനിവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. R11 എന്ന് പറയുന്ന നോസിലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ സിമ്പിളായിട്ടൊരു പൂവ് വരച്ച് കൊടുത്തേ ഉള്ളൂ. അതിലേക്ക് ഇനി വിപ്പിംഗ് ക്രീമിലേക്ക് കുറച്ച് പച്ച കളറും കൂടി ആഡ് ചെയ്തിട്ട് കുറച്ച് ഇലകൾ കൂടി ഞാനവിടെ വരച്ച് കൊടുക്കുന്നുണ്ട്. പൂ വരച്ചിരിക്കുന്നത് റോയൽ ബ്ലൂ ഉപയോഗിച്ചാണ് കേട്ടോ. റോയൽ ബ്ലൂ 1-2 ഡ്രോപ്പ് ഒഴിച്ചു കൊടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു ഓർഡർ കേക്കാണ്. എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എല്ലാവരും അതൊന്ന് പരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് കമൻസായിട്ട് എന്നെ അറിയിക്കുക.